ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായ വീഡിയോ ഒന്നുമല്ല കേട്ടോ, കുഞ്ഞ് ലൈറ്റായ ഒരു വീഡിയോ. എങ്ങോട്ടേക്കാണെന്നുള്ള യാത്രയൊക്കെ ഞാൻ ക്രമേണ ഓൺ ദ വേ ഇതിനൊരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അധികം ഞാൻ നിങ്ങളെ ലാഗടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പം നമുക്ക് പയ്യെ യാത്ര തിരിക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഇത് പാസഞ്ചർ ഇരിക്കുന്ന റോഡിൻ്റെ പാസഞ്ചർ ഇരിക്കുന്ന ആ ഡോറിൻ്റെ താഴത്തെ സൈഡിലത്തെ പെയിൻറ്റ് കംപ്ലീറ്റ് പോയി. ആ പെയിൻറ്റിങ് കംപ്ലീറ്റ് പോയി ഭയങ്കര ബോറായിട്ട് എനിക്കിപ്പോൾ തോന്നുവാണ്. അപ്പം ഈ നമ്മുടെ ബോറായി സംഭവത്തെ നമുക്കൊന്ന് മാറ്റിയേക്കാം അല്ലേ? അപ്പം അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതെങ്ങോട്ടാണ്, എങ്ങനെയാണ്. അപ്പം നമുക്ക് വണ്ടി ഓടിച്ചോടിച്ച് ഓരോരോ കാര്യങ്ങൾ കണ്ട്, കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ഈ വണ്ടീനെ ഇതാണ് ഇന്നത്തെ എൻ്റെ യാത്രയുടെ ഉദ്ദേശം. അപ്പം ഇതാണ് അവസ്ഥ, കണ്ടോ ഡോറിൻ്റെ താഴെ. ഇത് ഭയങ്കര അപ്പം നമ്മൾ പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം നമുക്കൊരു അരമണിക്കൂർ വേണ്ട, ഒരു 10-20 മിനിറ്റ് വേണം നമുക്ക് ഈ പെയിൻ്റ് അടിക്കുന്ന ആളുടെ അടുത്ത് എത്താൻ. അപ്പം ഞാൻ രാവിലെ വിളിച്ചിരുന്നു അയാളെ. അപ്പം അയാൾ പറഞ്ഞത് നമ്മളുടെ അടുത്ത് ഒരു 10 മണിക്ക് ശേഷം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്ര പോകുന്നെന്ന് പറഞ്ഞാൽ ഈ പെയിന്റ് പോകാൻ
നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു നല്ലൊരു പുഴയും നല്ല മലകളും ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഉച്ച സമയമായില്ലേ, 12:30 ആയി. അപ്പം നമുക്കത് ഇപ്പോഴല്ലേ ഇതിൻ്റെ ഭംഗി. ഏകദേശം ഒരു ഈവനിങ് ടൈമും ഒരു മോർണിംഗ് ടൈമും ഇവിടെ ഇത് കാണാനായിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, വല്ലപ്പോഴും ഇവിടെ വന്ന് ഞാൻ ഒക്കെ ഇങ്ങനെ വന്ന് കുറേ നേരം നോക്കി നിന്ന് ഈ പ്രകൃതി ആസ്വദിക്കാറുണ്ട്. എവിടെയാന്നുള്ള കാര്യം ഞാൻ ഫോണിൽ കൂടെ ഉള്ള അറിവ് എനിക്കുള്ളൂ. ഇത് എവിടെയാന്ന് എന്നോട് ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ലെന്നല്ല, ഞാൻ ചോദിച്ചില്ല എവിടെയായിട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാനതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുന്ന് 2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ആ പുള്ളി പെയിന്റ് ചെയ്യുന്നതെന്നാണ്. ആ മനുഷ്യൻ വീട്ടിൽ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഭയങ്കര കയറ്റമാണോ എന്നൊരു സംശയമുണ്ട്, അറിയത്തില്ല. ഈ വഴി ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പെയിന്റ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നാലും ഇവിടെ ഒരു മലയെ മുകളിലെ
ചേച്ചി ഈ ജീപ്പിനൊക്കെ പെയിന്റ് അടിക്കുന്ന ഒരു ചേട്ടനില്ലേ? താഴെ എവിടെ ചേച്ചി? വലതുവശത്ത് കാണുന്ന ആദ്യത്തെ വീട്. ഓക്കെ, വഴി സൈഡിൽ തന്നെയാ? അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് വണ്ടി കയറി പോവോ? ഓക്കെ, ഈ ആദ്യത്തെ വളവ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോ ആദ്യത്തെ ഒരു ചെറിയ വീട് അതല്ല, അങ്ങോട്ട് താഴോട്ട് ചെല്ലുമ്പോ അവിടെ മുറ്റത്ത് പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, നമ്മുടെ വഴി തെറ്റിപ്പോയി. ഞാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടുന്ന് എന്നോട് തെയ്യക്കളം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ആ ജംഗ്ഷനിൽ താഴെ വന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അടുത്ത് തെയ്യക്കളം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കുറച്ചു വീട് കണ്ടുപിടിച്ച് പയ്യെ പെയിന്റ് അടിക്കുന്ന ഫൽഗുണൻ ചേട്ടൻ്റെ അടുത്ത് എത്തി. വീട് ഞാൻ വഴിയൊക്കെ തെറ്റിപ്പോയി, കുറേ മുകളിലേക്കൊക്കെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, ഇതായിരുന്നു പെയിന്റ് അടിക്കേണ്ട സമയം. അപ്പോൾ എത്ര ദിവസം വേണ്ടി വരും? 2 ദിവസം. ഇന്ന് വെച്ചാൽ എനിക്ക് ഇന്നിപ്പോ തിങ്കളാഴ്ച. ഈ സൈഡ് മാത്രമേ ഉള്ളൂ, ഫുൾ അടിക്കുന്നില്ല. അത് മൊത്തം പെയിന്റ് മാറ്റണം പിന്നെ ഉള്ളു. ഇതിപ്പോ എനിക്ക് അത്യാവശ്യം പാച്ച് വർക്ക് ഒന്ന് ചെയ്തു തരണം. 2 ദിവസം അല്ലേ? വേറെ എവിടെയും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ചേട്ടന്റെ കണ്ണിൽ വല്ലതും പെടുന്നുണ്ടോ? ഇതൊന്ന് ടച്ച് ചെയ്ത് വരുവോ? ബ്ലാക്കിനെ ഒന്ന് ടച്ച് ചെയ്യണം. ഇവിടെ ഉണ്ട് ഈ ബ്ലാക്ക്. അപ്പൊ 2 ദിവസം വേണം അല്ലേ? ഇന്നിപ്പം വെച്ചാൽ ബുധനാഴ്ച എപ്പോഴത്തേക്ക് കിട്ടും? ഉച്ച കഴിഞ്ഞ് 5 മണിക്കുള്ളിൽ. അപ്പം നമ്മുടെ വണ്ടി ബുധനാഴ്ച 5 മണിക്കുള്ളിലാണ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഫൽഗുണൻ ചേട്ടൻ പറയുന്നത്. നമുക്ക് നമ്മുടെ വണ്ടീനെ ഇവിടെ വെച്ചിട്ട് പതിയെ വിൽക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫൽഗുണൻ ചേട്ടനെ കൊണ്ട് വണ്ടി ഏൽപ്പിച്ചു. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ കംപ്ലൈൻറ്റ്. അവിടെ ഇവിടെ എല്ലാ മലകളും, ഇത് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ മലകളും കുന്നുകളും കയറുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിന് പാച്ച് വർക്ക് ഇഷ്ടം പോലെയുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഇതാണ്ട് പോയിട്ടുണ്ട്. കുറേ ബ്ലാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ കംപ്ലൈൻറ്റുകളുണ്ട്, എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പം ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബുധനാഴ്ച വൈകുന്നേരം നമുക്ക് നമ്മുടെ വണ്ടി തിരിച്ചു കിട്ടും. അപ്പം അതിനു മുമ്പുള്ള നമ്മുടെ വണ്ടിയുടെ ഒരു പിക്ചറാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം മെയിൻ കംപ്ലൈൻറ്റ് ഇതാണ്. പിന്നെ അവിടെ ഇവിടെ എല്ലാം പോറലുണ്ട് അന്നത്തെ യാത്രയിൽ. അപ്പം ഇനി ഇവൻ എങ്ങനെയാണ് നമ്മുടെ കൈ തിരിച്ചു വരുന്നത് നമുക്ക് ബുധനാഴ്ച വൈകുന്നേരം കാണാം അല്ലേ? 2 ദിവസം ഞാൻ ഫൽഗുണൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് വണ്ടി. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോഴുണ്ടാ ഞാൻ നല്ലൊരു വ്യൂ പോയിന്റ് കാണിച്ചില്ലേ? അവിടെ നല്ലൊരു ഫിഷ് കടയുണ്ട്. ഒരു ഫിഷ് മാർക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഫിഷ് എൻ്റെ നാട്ടുകാരൻ്റെ തന്നെയാണ് അവിടെ. അപ്പോൾ ഞാൻ ക്രാബും പിന്നെ എന്തൊക്കെയോ ടൈപ്പ് മീനുകൾ ഞാൻ കാണും. ഹലോ, എന്നാ ഉണ്ട്? ഓ, ഇത് നല്ല ക്രാബൊക്കെ ആണല്ലോ. ഞാനാ ഇതെന്തോ അല്ലേ? ഇതെന്ത് മീനാ? ഓല. നല്ല ഏട്ടത്തലയുണ്ടല്ലേ? അപ്പം നമുക്ക് ഏത് മേടിക്കണം? ക്രാബുണ്ട്, മത്തിയുണ്ട്, നമുക്ക് കിളിയുണ്ട്, അയലയുണ്ട്. കട്ടി ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് ക്രാബ് ഇതാണ്ട്, ഞണ്ട് നല്ല കാലൊക്കെ ആയിട്ട് വലിയ 2 ഞണ്ട്. വലുതൊന്നുമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം കുറച്ച് ഞണ്ടും കൂടെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞണ്ടിന് എങ്ങനെയാ വില? 240. അപ്പം ഞണ്ടിന് 240 എന്നാണ് പറയുന്നത്. നല്ല വലുതായതുകൊണ്ട് നല്ല ദശയൊക്കെ ഉണ്ടാവും തോന്നുന്നു. അതുകൊണ്ട് കുഞ്ഞതുണ്ട്, തീരെ കുഞ്ഞതുണ്ട്. കുറച്ചൊരു ഉപ്പിനും പഞ്ചസാരയ്ക്കും കുറവുണ്ട്. അപ്പം ഞാനൊന്ന് ഇച്ചിരി കൂടി ഉപ്പും പഞ്ചസാരയും തരുമോ എന്ന് ചോദിച്ചു. അപ്പം മിക്സ് ചെയ്യണ്ട, ഒരു ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ ലായനിയാക്കിയിട്ട് എങ്ങാണ്ട് വെച്ച് വെക്കുന്നു. ഇച്ചിരി ഉപ്പ് കൂടി ഇടാമേ.
എനിക്ക് ഈ ലൈം സോഡ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കുടിക്കുന്നതിനോട് ഇഷ്ടം. വാ മതി.